മറുപടി പ്രസംഗത്തിനായി ശ്രീ എൻ ബലഗോപാൽ ക്ഷണിക്കുന്നു. ശ്രീ ബാലചന്ദ്രൻ, നമ്മുടെ ശ്രീ എം ആർ തമ്പാൻ, ശ്രീമതി ജയ ശ്രീകുമാർ, എനിക്ക് പേരുകളറിഞ്ഞൂടാ, ക്ഷമിക്കണം. ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഞാൻ വലേന്ദ്രൻ പറഞ്ഞ പോലെ ഞാനൊരു കുടുംബത്തിൽ വന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക്, പഴയ കുടുംബത്തിൽ വന്നു എന്നുള്ള. കാരണം പണിക്കർ സാറിനെ കേരളത്തിൻ്റെ സാക്ഷരതയുടെ പിതാവെന്ന് വിളിക്കാൻ കാരണം കാൻഫെഡാണ്. കാൻഫെഡിൻ്റെ അച്ഛൻ്റെ കൂടെ നടന്ന ഈ പ്രവർത്തകരാണ്. അവരെ ഞാൻ അനുമോദിക്കുന്നു. കാരണം ലോകത്തിന് തന്നെ മാതൃകയായ സമ്പൂർണ്ണ സാക്ഷരത അത് കാൻഫെഡിൻ്റെ സംഭാവനയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ കാൻഫെഡിൻ്റെ പ്രവർത്തനം കുറച്ച് മന്ദീഭവിച്ചിരുന്നു പണിക്കർ സാറിൻ്റെ മരണത്തിന് ശേഷം. പക്ഷെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ ബാലേന്ദ്രൻ എന്ന, ഞാൻ ബാലേന്ദ്രനെ വിളിക്കുന്നത് ഈസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ്. കാരണം ബാലേന്ദ്രൻ്റെ മിടുക്കുമുണ്ട്, യാഥാർത്ഥ്യം, സത്യം. ഈ കാൻഫെഡ് റീഓർഗനൈസ് ചെയ്ത് എന്നെ പലരും പിടിച്ചടക്കാൻ നോക്കി. റീഓർഗനൈസ് ചെയ്ത് അതിൻ്റെ രജിസ്ട്രേഷൻ ശരിയാക്കി അത് എൻ്റെ ഒക്കെ വന്നു. അപ്പോൾ പറഞ്ഞു, സാർ നമ്മുടെ കാൻഫെഡ് ഇതായിരിക്കുകയാണ്, വീണ്ടും രജിസ്ട്രേഷനൊക്കെ പുതുക്കി അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബാലേന്ദ്രൻ എല്ലാം ക്ലിയർ ചെയ്ത് രജിസ്ട്രേഷൻ വന്നു. എന്നിട്ട് പറഞ്ഞു, സാർ ഇതിൻ്റെ ചെയർമാനാകണമെന്ന് പറഞ്ഞു. ഞാൻ നന്ദിപൂർവ്വം പറഞ്ഞു, ബാലേന്ദ്ര, ഞാൻ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്ക് നടക്കുകയാണ്. ബാലേന്ദ്രനാണ് ഇതിൻ്റെ യഥാർത്ഥ ചെയർമാൻ. കാരണം ബാലേന്ദ്രൻ്റെ കഠിനാധ്വാനവും ബാലേന്ദ്രൻ ഇതിനു വേണ്ടി കാൻഫെഡിന് വേണ്ടി ചെയ്ത പ്രവർത്തനവുമാണ് കാൻഫെഡ് ഈ രൂപത്തിലെത്തിയിരിക്കുന്നത്. അല്ലേ ബാലേന്ദ്രൻ? അതെ. കാരണം എനിക്കറിയാം, എൻ്റെ പുറകെ നടന്ന രജിസ്ട്രേഷൻ ഓഫീസിലും മറ്റേതിലും മറിച്ചതിലും കോടതികളിലും ഒരുപാട് വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിയെടുത്ത് അതിനെ ശരിയാക്കി ഇപ്പോൾ ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും പഴയ ആൾക്കാരെല്ലാവരും ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയ ശക്തിയാണ്, ഒരു മാറ്റത്തിൻ്റെ ഒരു കാഹളമാണ്. അപ്പോൾ നമുക്ക് പി എൻ പണിക്കർ ഫൗണ്ടേഷനും കാൻഫെഡുമായിട്ട് യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ ആത്മസുഹൃത്താണ് ബാലേന്ദ്രൻ എന്നോടൊപ്പം പലപ്പോഴും വന്ന് സംസാരിക്കാറുമുണ്ട്. അപ്പോൾ ഒരുമിച്ചാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. ഇനിയും നമുക്ക് കൂടുതൽ സഹകരിച്ച് ചെയ്യണം. കാരണം പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയായി, ഇന്ത്യ ഒട്ടാകെ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ രാഷ്ട്രപതിയെ കണ്ടിരുന്നു. അപ്പോൾ രാഷ്ട്രപതി പറഞ്ഞു, ഐ ഹവ് ഹേർഡ് അബൌട്ട് മിസ്റ്റർ പി എൻ പണിക്കർ. ഹി വാസ് ദ ഫസ്റ്റ് മാൻ ഇൻ ദ കൺട്രി ടു ടേക്ക് ലിറ്ററസി ഇൻ ദ ട്രൈബൽ ഏരിയാസ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു മധ്യപ്രദേശ് ഗവർണർ ആയിരുന്നപ്പോഴത്തേക്ക് ശ്രീ പി എൻ പണിക്കരെ കുറിച്ച് അവർ മനസ്സിലാക്കി. ആസ് എ ലെഗസി, പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഷുഡ് ടേക്ക് അപ്പ് ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം എമംഗ് ആദിവാസീസ്. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. വലിയ പാടാണ്. അപ്പോൾ അവരുടെയൊക്കെ ചോദിച്ചു, ഇന്ത്യയിൽ എത്ര ശതമാനം ട്രൈബൽസ് ഉണ്ടെന്ന് ചോദിച്ചു. ഞാനൊരു പൊട്ടത്താപ്പ് പറഞ്ഞു, 10% എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, 8.33% ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ആർ ട്രൈബൽസ്. ദേ ആർ അണ്ടർ പ്രിവിലേജ്ഡ്. അവരെ നമുക്ക് ഉദ്ധരിക്കണം. അതിന് ഡിജിറ്റൽ ലിറ്ററസി ആവശ്യമാണ്. നിങ്ങൾ ടേക്കപ്പ് ചെയ്യൂ, ഞാൻ നിങ്ങളുടെ കൂടൊപ്പമുണ്ട്, രാഷ്ട്രപതി പറഞ്ഞു. അത് ചെറിയ തോതിൽ ചെയ്യാം, നമുക്കെല്ലാം കൂടെ ചെയ്യണം കേട്ടോ, നമുക്കെല്ലാം കൂടെ ചെയ്യണം. അതിൽ ഞങ്ങൾ 1-2 പഞ്ചായത്തുകൾ അത് വിജയിച്ചു. ഇവിടുത്തെ തിരുവനന്തപുരത്തെ കുറ്റിച്ചൽ പഞ്ചായത്ത്, അവിടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത മുഴുവൻ പറ്റത്തില്ല നമുക്ക്. അത് മെയിനായിട്ട് രാഷ്ട്രപതി പറയുന്നതാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ്, ഗൂഗിൾ പേയ്മെൻറ്റ് എനേബിൾ ചെയ്താൽ മതി അവരെയൊക്കെ. കാരണം അവർക്ക് വരുന്ന പൈസയെക്കുറിച്ച് കുറച്ച് ട്രാൻസ്പെറൻസി വേണം. അവർക്ക് കൊടുക്കുന്ന പൈസ MO ആയിട്ട് അയച്ചാൽ അത് കിട്ടും ആ തുക. പക്ഷേ ഇപ്പം കിട്ടുന്നത് ആ MO ആയിട്ട് അയക്കുന്നതിൻ്റെ പകുതിയാണ്.
ഇടയ്ക്കുള്ള പല ആൾക്കാരും തട്ടിയെടുക്കുന്നു. അപ്പോൾ ആദിവാസികൾക്ക് ലഭിക്കേണ്ട തുക അവന് യഥേഷ്ടം കിട്ടുന്നു എന്നുള്ളവനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ പേയ്മെൻറ്റ് എനേബിളിംഗ്, അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിപ്പം കുറ്റിച്ചൽ പഞ്ചായത്തിൽ ചെയ്തു, പിന്നെ നമ്മുടെ ഒറീസയിൽ ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ പേടിയാണത് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് 2 കൊല്ലം കൊണ്ട്. അപ്പം പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്ഥാപിക്കല്ല, അച്ചീവ് ചെയ്യാം നമുക്കത്. നാം ഒരുമിച്ച് നിന്നാൽ, ബാലേന്ദ്രൻ പറഞ്ഞ പോലെ നാം ഒരുമിച്ച് നിന്നാൽ നടക്കാൻ പറ്റാത്തത് ഒന്നുമില്ല. പറയാൻ കാരണം ഞാൻ എല്ലായിടത്തും എല്ലാ മീറ്റിങ്ങിലും പറയുന്നതാണ്, ഇന്ത്യയിലെ 146 കോടി ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനും നമ്മളെ തൊടാനാകില്ല. അതുപോലെ കാൻഫഡിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്നില്ല, കാൻഫഡിൻ്റെ സാരഥികൾ, ഓരോ ജില്ലയിലെയും താലൂക്കിലെയും സാരഥികൾ ഒരുമിച്ച് നിന്നാൽ, പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ്റെയും ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരു വിപ്ലവം, സാംസ്കാരിക വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും. അത് ഇന്ത്യൻ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി വയ്ക്കുകയും ചെയ്യും. ഞാനിപ്പോഴും ഓർക്കുന്നു, 77-ലാണ് ഘടകശാല സംഘത്തിൽ നിന്ന് ശ്രീ പി.എൻ. പണിക്കർ വിരമിക്കുന്നത്. അത് കഴിഞ്ഞ് വീടായിരുന്നു നമ്മുടെ കാൻഫഡ് ഓഫീസ്. അച്ഛൻ ഇരുന്നു, ബാലേന്ദ്രൻ വരും, ബാലേന്ദ്രൻ എല്ലാം എഴുതിയെടുക്കും. അതുപോലെയുള്ളതാണ്. ബാലേന്ദ്രൻ എല്ലാം എഴുതിയെടുക്കും. അച്ഛനായിട്ട് വൈകുന്നേരവും നടക്കാൻ പോകുന്നത് പല പ്രഗത്ഭന്മാരുടെയും വീടുകളിൽ പോയി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ PTB ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത് റിസോഴ്സ്. കാരണം PTBയും PNPയും PTBയുമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക വിപ്ലവ നേതൃത്വം കൊടുത്തത്. രണ്ടുപേരും അനിനും ചേട്ടനും പോലെ. അച്ഛൻ പിന്നെ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ PTBയോട് സംസാരിക്കുന്നുണ്ട്. 1 മണിക്കൂറാണ് ഫോണിൽ സംസാരിക്കുന്നത്, 1 മണിക്കൂർ രണ്ടുപേരും കൂടെ. ആ ഐക്യം, അച്ഛനും പിന്നെ ഭാസ്കർ പണിക്കർ സാറുമായിട്ടുള്ള ആ മാനസിക ഐക്യമാണ് ഈ കേരളത്തെ സാക്ഷരതാ രംഗത്തൊരു മാറ്റമുണ്ടാക്കി ലോകത്തിന് മാതൃകയാക്കിയത്. അപ്പം നമ്മുടെ കാൻഫഡ് എന്ന പ്രസ്ഥാനത്തിന് ശക്തി കൊടുത്തത് PTBയും NV കൃഷ്ണവാര്യർ സാറും ഒക്കെ ഉള്ള പ്രഗത്ഭന്മാരാണ്. അപ്പോൾ നമുക്ക് കാൻഫഡ് മാറ്റണം, ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ്, ശ്രീമതി ജയ has done very good work in literacy program through ജനശിക്ഷൺ സംസ്ഥാൻ, അല്ലേ? ജനശിക്ഷൺ സംസ്ഥാൻ. അപ്പം നമുക്കൊരു ജനശിക്ഷൺ ഉണ്ട്, എങ്കിലും ജയാണ് മുകളിൽ നിൽക്കുന്നത്, ജയായിരുന്നു മുകളിൽ നിന്നുകൊണ്ടിരുന്നത്. ഞാൻ ജയയുടെ പലപ്പോഴും വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പം ബാലേന്ദ്രൻ്റെ നേതൃത്വം, ബാലേന്ദ്രൻ ഇന്ന് എനിക്ക് ബാലേന്ദ്രനോട് ഇഷ്ടം, വലിയ ഇഷ്ടം. ഏറ്റവും പാവപ്പെട്ടവന് ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ബാലേന്ദ്രൻ്റെ BSS ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. കാരണം എല്ലാം ഈ ചെറിയ നമ്മുടെ എന്താ പറയുന്നത് നഴ്സിംഗ്, ചെറിയ ഉദാഹരണം നഴ്സിംഗിൽ, എൻജിനീയറിംഗിൽ, അതുപോലെ സയൻസ് ആപ്ലിക്കേഷനിൽ, അതുപോലുള്ള സാങ്കേതിക വിദ്യയുടെ വിവിധ മേഖലകളിൽ ഏറ്റവും പാവപ്പെട്ടവനും എത്തിച്ചേരാൻ പറ്റിയത് ബാലേന്ദ്രൻ നയിച്ച BSSൻ്റെ ശക്തി കൊണ്ടാണ്. കാരണം ഇന്ന് നമുക്ക് ആവശ്യം, ഇപ്പം നൗ വി ആർ ഇൻ ദ ഇറ ഓഫ് നോളജ് എക്കോണമി, വൈജ്ഞാനിക സമ്പദ്ഘടനയുടെ കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് നോളജ്, അറിവാദ്യമാണ്. അറിവ് പ്രാപിക്കുവാൻ നമുക്ക് എല്ലാ ടെക്നോളജിയും കൈവശപ്പെടുത്തണം. ഇപ്പോൾ ടെക്നോളജിയിലൂടെയുള്ള പ്രയാണം, അതിന് ബാലേന്ദ്രൻ ചെറിയ ജോലികൾ, നല്ല ജോലികൾ, ഇവിടുത്തെ ബാലേന്ദ്രൻ്റെ BSS കോഴ്സ്, BSS സ്പോൺസേഡ് കോഴ്സസ് പാസ്സാവുന്നവർക്കെല്ലാം തൊഴിലുമാണ്, നല്ല ശമ്പളവും. ഇപ്പോൾ കാരണം ഇപ്പോൾ BA-BSCക്കൊന്നും ആർക്കും വേണ്ട, അതിനുള്ള സ്കോപ്പില്ല. ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ സ്റ്റഡീസാണ് ആവശ്യം. നമുക്കത്, ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ നമ്മുടെ CSE ആയിട്ട്, മിനിസ്ട്രി ഓഫ് IT-യുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടു. അത് കേരളത്തിലും മാത്രമല്ല, നമ്മൾ ഫൗണ്ടേഷൻ ഒപ്പിടുന്നതെല്ലാം 28 സ്റ്റേറ്റിനും ബാധകമാണ്. കാരണം നമ്മുടെ വായനാ ദിനം ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 18 വിദേശ രാജ്യങ്ങളിൽ എത്തിയിരിക്കുകയാണ്. കാരണം CBSE അവരെ നമ്മുടെ പാർട്ട്ണറാണ്. ഇപ്പോൾ CBSE എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വായനാ ദിനമുണ്ട്. ജൂൺ 19-ാം തീയതി അവർ P.N. പണിക്കരെ ഓർത്ത് വായനാ ദിന പ്രതിജ്ഞ ചൊല്ലുന്നു. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ അഹങ്കാരം പറയുന്നില്ല, ഇന്ത്യയിലെ
440 ദശലക്ഷം ജനങ്ങളിൽ വായനയുടെ മഹത്വം എത്തിക്കുവാൻ PN പണിക്കർ ഫൗണ്ടേഷൻ എന്ന ഒരു ചെറിയ സംഘടനയ്ക്ക് സാധിച്ചു. അപ്പോൾ നിങ്ങളെ പോലുള്ള മഹാന്മാരും കൂടെ ഒത്തുചേർന്നാൽ നമുക്കിവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാം. കാരണം നാം ഇന്ന് എന്താ പറയുന്നത്, ടോട്ടൽ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സാധ്യമാകണം. എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം, അവരെ പഠിപ്പിക്കണം. ഇപ്പം ഞങ്ങളിപ്പം UP ചെയ്യുന്നത് ലിറ്ററസി ത്രൂ ഡിജിറ്റലസിയാണ്. ലിറ്ററസി ത്രൂ ഡിജിറ്റൽ ലിറ്ററസി. കാരണം ഡിജിറ്റൽ ലിറ്ററസി ഈ നമ്മുടെ ഗാഡ്ജറ്റ്, നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ ഒരു കണക്കനുസരിച്ച് 57% ജനങ്ങളിലും സ്മാർട്ട് ഫോണുണ്ട്. ഞാൻ ഈയിടയ്ക്ക് ഈ കുട്ടിച്ചൽ പഞ്ചായത്തിൽ ആദിവാസി സാക്ഷരതയ്ക്ക് പോയപ്പോൾ ഓരോ വീട്ടിലും ഡിജിറ്റൽ ഒരു ഗാഡ്ജറ്റുണ്ട്, ഈ സ്മാർട്ട് ഫോണുണ്ട്. ആ സ്മാർട്ട് ഫോൺ വെച്ച് അവരെ പഠിപ്പിച്ചതും. അപ്പോൾ അതുപോലെ സ്മാർട്ട് ഫോൺ മാറിക്കൊണ്ട് ഇപ്പം ഇന്ത്യ ലോകത്തിലെ 2ാമത്തെ മൊബൈൽ ഫോൺ മാനുഫാക്ചറായി മാറി. വലിയ കാര്യമാണത്. പണ്ട് നമ്മളെല്ലാം ചൈനയിൽ നിന്നായിരുന്നു ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചൈന ഔട്ട്, ഇന്ത്യ 2ാമത്തെയായി. ചൈനയാണ് ഫസ്റ്റായിട്ട് നിൽക്കുന്നത്, ഇന്ത്യ 2ാമത്തെയാണ്. അപ്പോൾ നമ്മുടെ യുവജനങ്ങളെ ടെക്നോളജിക്കൽ വിവരങ്ങൾ നൽകി അവരെ എംപവർ ചെയ്യേണ്ട ആവശ്യമാണ്. അതാണ് ബാലചന്ദ്രൻ്റെ BSS ചെയ്യുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൺട്രി ബാലചന്ദ്രൻ എല്ലാവരും പഠിപ്പിക്കുകയാണ്. പാവങ്ങൾക്ക് ചെറിയ ഫീസ് മേടിച്ച് അവരെയും കൂടെ ഈ ടെക്നോളജിക്കൽ വിപ്ലവത്തിന് തയ്യാറെടുപ്പിക്കാൻ ബാലചന്ദ്രൻ്റെ BSSന് കഴിഞ്ഞുവെന്നുള്ളത് വലിയ നേട്ടമാണ്. അത് പലർക്കും അറിഞ്ഞു അതിനെക്കുറിച്ച് വലിയ നേട്ടമാണ്. അത് ബാലചന്ദ്രൻ്റെ വിഷനാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ്റെ വിഷൻ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നതിൽ എനിക്ക് BSSനോട് പ്രത്യേക താല്പര്യമുണ്ട്. താല്പര്യമല്ലേ, വലിയ മമതയാണ് അതിനോട്. പക്ഷെ അതുപോലെ നമ്മുടെ കാൻഫഡിൻ്റെ ശക്തരായ പ്രവർത്തകരാണ് നമുക്ക്. അവർക്ക് ഗ്രാമങ്ങളുടെ മണമറിയാവുന്ന ആൾക്കാരാണ്. ഗ്രാമങ്ങളുടെ മണമറിയാവുന്നവർ അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും കേരളത്തിൽ, അറ്റ്ലീസ്റ്റ് ഇൻ കേരളത്തിലെങ്കിലും. കാരണം അതിനും കൂടെ ഞാൻ ചെയ്യുകയാണ്. അത് നമുക്ക് VSSുമായിട്ട് സംയോജിപ്പിച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പണിക്കർ സാർ എപ്പോഴും പറയുക, നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനെ ഒരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ പറ്റൂ. അതുപോലെ അദ്ദേഹം പറയായിരുന്നു, ഒരു നല്ല രാഷ്ട്രീയക്കാരനെ നല്ല ഭരണാധികാരിയാകാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ഭരണാധികാരികളിൽ പലർക്കും സാമൂഹ്യ സേവനമെന്ന ആ തുടർപാഠം പഠിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ നല്ല രാഷ്ട്രീയ നേതാക്കളെ ഉണ്ടാക്കി നല്ല ഭരണാധികാരികളെയും ഉണ്ടാക്കണം. അതിനുവേണ്ടി അച്ഛൻ ജീവിച്ചിരുന്നതിന് ശേഷം അന്നേ ആഗ്രഹമുണ്ടായിരുന്നു, ഒരു PN പണിക്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നൊരു പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സിഗ്നറ്ററി പഴയ ഉമ്മൻചാണ്ടി സാറാണ്. അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അവസാന കാലഘട്ടം ഉമ്മൻചാണ്ടി സാറാണ് അതിൻ്റെ ഫസ്റ്റ് സിഗ്നറ്ററി. നല്ല കാര്യം, ഇത് ആവശ്യമാണെന്ന് എൻ്റെയൊക്കെ പറഞ്ഞു. അതുപോലെ ശ്രീ MA ബേബി, ശ്രീ O രാജഗോപാൽ, എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും, എല്ലാ ബ്യൂറോക്രാറ്റിക് ലീഡേഴ്സ്, നമ്മുടെ പഴയ D രാമേന്ദ്രൻ സാറുണ്ട്, നമ്മുടെ KN രാജകം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. അതുപോലെ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറിമാർ എല്ലാവരും, രാമേന്ദ്രൻ നായർ സാറ്, എല്ലാവരും ഉണ്ട്. അപ്പം സാഹിത്യകാരന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ചേർന്ന് PN പണിക്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാമൂഹ്യ സേവനം, നമ്മൾ എന്താ പറയുന്നത്, സോഷ്യൽ സെക്ടറിൽ എന്ന് പറയല്ലോ, സോഷ്യൽ സർവീസ് അല്ല, സോഷ്യൽ ഡെവലപ്മെൻറ്റാണ് നമ്മുടെ ഉദ്ദേശം. സാമൂഹ്യ വികസനമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലാതെ സോഷ്യൽ സർവീസ് അല്ല. സാമൂഹ്യ വികസനത്തിന് ചെറുപ്പക്കാരെ, കാരണം ഇപ്പോൾ ചെറുപ്പക്കാരൊന്നും വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ തന്നെ ഒരു പരിപാടിയുണ്ട്, ആഴ്ചക്കൂട്ടം പ്രതിവാരീന്തകൾ, 752 എപ്പിസോഡ് കഴിഞ്ഞു. കഴിഞ്ഞ 2011 മുതൽ തുടങ്ങിയാണ്. ഇതുവരെ ബ്രേക്ക് ചെയ്യാതെ 752 ആഴ്ചക്കൂട്ടങ്ങൾ നടന്നു. അവിടെയും ചെറുപ്പക്കാരില്ല, എല്ലാം ഗ്രേ ഹെയർഡ് ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും വലിയ ഇതായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 30 ദിവസം അടുപ്പിച്ച് PN പണിക്കരുടെ പ്രതിമയുടെ താഴെ നമ്മുടെ അദ്ദേഹമാണ് അതിന് പേരിട്ടത് അക്ഷരഗുരു സന്നിധി, നമ്മുടെ സമ്പാദൻ സാറിന് പേരിട്ടത്.
അക്ഷരഗുരു സന്നിധി പൂജപ്പുരയിലെ വലിയ റൗണ്ടിൽ, ആ വലിയ റൗണ്ടിൽ നിൽക്കുന്ന പി എൻ പണിക്കർ പ്രതിമയുടെ താഴെയാണ് എല്ലാ ദിവസവും ജൂൺ 19 മുതൽ ജൂലൈ 18 വരെ വൈകുന്നേരം 4 തൊട്ട് 6 വരെ സായാഹ്നം, എന്ത് സായാഹ്നം, സർഗസായാഹ്നം എല്ലാ ദിവസവും ഉണ്ട്, മുടങ്ങാതെ പോവുകയാണ്. ഈ ആഴ്ചക്കൂട്ടം തന്നെ ഒരു വലിയ മാറ്റമുണ്ടാക്കി. അപ്പോൾ നമുക്ക് യോജിച്ചു നിന്ന് എൻ്റെ ആഗ്രഹം ഈ പി എൻ പണിക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എന്താ പറയേണ്ട ചെയ്തൂടെ നമുക്ക്? ഇപ്പം കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണ്, അത് കോൾഡ് സ്റ്റോറേജിൽ നിന്ന് വലിച്ചെടുത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എന്താ ചെയ്തൂടെ? നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതിൽ വലിയ താല്പര്യമുണ്ട്. പ്രധാനമന്ത്രി എനിക്കൊരു എന്താ പറയുന്നത് ഒരു തലോടൽ തന്നു, അതിലാണ് ഇത്രയും പറഞ്ഞത്. കാരണം അദ്ദേഹം ഇവിടെ വായനാദിനത്തെ വിളിച്ചു. കാരണം വായനാദിനം പിടിച്ചെടുക്കാൻ ചില ശക്തികൾ വന്നു. അന്ന് ഞാൻ അപ്പോൾ 17 ദിവസം ഉറങ്ങിയില്ല, ആഹാരം കഴിച്ചില്ല. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം വന്ന് ഇത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഞാനൊരു പ്രോഗ്രാം തുടങ്ങി, വാച്ചേ ഗുജറാത്ത് വായിക്കുന്നു. പക്ഷേ എനിക്കത് ഇത്ര നിങ്ങൾ ചെയ്ത പോലെ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു മാതൃകയാണ്, ഇത് കേരളത്തിൽ മാത്രം പോരാ, ഇന്ത്യ ഒട്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ എൻ്റെയൊക്കെ ചോദിച്ചു, വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ നീഡ് യുവർ ബ്ലെസ്സിങ്സ്, ദാറ്റ്സ് വൈ ഐ കേം ഹിയർ, വാട്ട് എൽസ് യു വാണ്ട്. ഞാൻ പൈസ വല്ലതും ചോദിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ചോദിച്ചതാണ്. എല്ലാവരും സാമ്പത്തികം ഇല്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. വാട്ട് എൽസ് യു വാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ നീഡ് ദ ലീഡർഷിപ്പ് ഓഫ് യു അലോങ് വിത്ത് ഓൾ എലക്റ്റഡ് MLAs and MPs of the country. Apart from, I need the leadership of cabinet secretary to panchayat secretary. The bureaucracy മുഴുവൻ. When all of you are in front, I don't want anything else ആണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. അതൊക്കെ ടി വിയിൽ വന്നു, ദൂരദർശനിൽ വന്നു, കെട്ടിപ്പിടിച്ചു പറഞ്ഞു, this is the real social development work. I am told that you are coming to Delhi quite often. Meet me at Delhi. whenever you are in Delhi. അങ്ങനെ ഞാനും അദ്ദേഹവുമായിട്ടൊരു ചെറിയ റാപ്പോർട്ടുണ്ടായി. വേറൊന്നും ഞാൻ ചോദിക്കാറില്ല, പൈസയും ചോദിക്കാറില്ല. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങളുടെ 5 മിനിറ്റ് അദ്ദേഹം തരും. ഞാൻ കത്തെഴുതിയാൽ ഒരാഴ്ച, ഇപ്പം രക്ഷയില്ല, ഇപ്പോൾ 1 മാസമൊക്കെ പിടിക്കും അപ്പോയിൻമെൻറ്റ് തരാൻ. ഇങ്ങനെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹത്തിന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഞാൻ പറഞ്ഞു, സാർ നമുക്ക് വി ഹാവ് ടു ഷേപ്പ് യങ്സ്റ്റേഴ്സ് ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് വർക്ക്. യെസ്, they should be brought to the social development, they should be trained for good politicians, and we need good administration. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, നമുക്ക് ചെയ്യാം, ടേക്ക് അപ്പ് ദിസ് ആസ് എ പ്രോജക്റ്റ് എന്നിട്ടൊക്കെ പറഞ്ഞു. ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പം കാൻഫെഡും ബാലേന്ദ്രൻ പറഞ്ഞ പോലെ കാൻഫെഡും പി എൻ പണിക്കർ ഫൗണ്ടേഷനും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, കാരണം ഗ്രാമീണ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളാണ് ഇരിക്കുന്നതല്ല. ഐ നോ ദം പേഴ്സണലി. കോഴിക്കോട്ടും കണ്ണൂരും പാലക്കാടും എല്ലായിടത്തും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ 3 ദിവസമായിട്ട് കോഴിക്കോട്, കണ്ണൂർ, പാലക്കാടൊക്കെ ആയിട്ട് ഒരു യാത്രയിലായിരുന്നു. നമ്മുടെ കാരയിൽ സുകുമാരൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, നമ്മുടെ പ്രൊഫസർ ജയരാജൻ മാസ്റ്റർ. അപ്പം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഫീലിങ്സ് ഓഫ് ദി കോമൺ മാൻ. അപ്പോൾ അവർക്കുള്ള ആ റീച്ച്, അവർക്കുള്ള ഈ സാധാരണ പാവപ്പെട്ടവരുള്ള റീച്ച്, കാൻഫെഡ് പ്രവർത്തകർക്കുള്ള റീച്ച് ശ്രേഷ്ഠമാണ്, ആർക്കുമില്ലാത്തതാണ്. ഇന്ത്യയിൽ ഒരു സംഘടനയ്ക്കുമില്ല. വി ആർ റീച്ചിങ് ദ റിയൽ അൺറീച്ച്ഡ്. കാൻഫെഡിൽ കൂടെ വി ആർ റീച്ചിങ് ദ റിയൽ അൺറീച്ച്ഡ്. നമ്മൾ അഗളിയിലെയും നമ്മുടെ ഇടുക്കി ജില്ലയിലെയുമുള്ള ആദിവാസികളുടെയൊക്കെ നമ്മൾ അകത്ത് കയറിയിരിക്കുന്നു. അവിടെയൊക്കെ നാം പ്രവർത്തിക്കുന്നു. എന്താ? ലാഭേച്ഛയില്ലാതെ, ഒരു വരുമാനവും ഇല്ല. ലാഭേച്ഛയില്ലാതെ പണിക്കർ സാറിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നാം പ്രവർത്തിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ദ ക്രീം ഓഫ് ദ സൊസൈറ്റി ഹു ക്യാൻ ഹെൽപ്പ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് വർക്ക് ഇൻ ദ കൺട്രി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമുച്ചയത്തിൻ്റെ മുന്നിൽ നിന്ന് ഇത് പറയുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ബാലേന്ദ്രനെ പോലെ ഒരു കാര്യം പറഞ്ഞാൽ ബാലേന്ദ്രനെ പറഞ്ഞാൽ അത് നടപ്പിലാക്കും. അതാണല്ലോ കാൻഫെഡിനെ, തരിപ്പണമായ കാൻഫെഡിനെ അദ്ദേഹം ശരിയാക്കിയെടുത്തു. അതിന് പ്രത്യേക പ്രശംസ അറിയിക്കുന്നു. കാരണം ഞാൻ വെച്ചാൽ കാൻഫെഡ് പോയി എന്ന് വിചാരിച്ചു.
മിലിറ്ററി മാനെയൊക്കെ വികൃതമാക്കാൻ നോക്കി. പക്ഷെ ബാലേന്ദ്രൻ എല്ലാം തട്ടിയുടച്ച് അതിനെ രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോമാക്കി മാറ്റി. അത് ബാലേന്ദ്രൻ്റെ കഴിവാണ്, അദ്ദേഹത്തിൻ്റെ എന്താ ശക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യബോധത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ്. ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. നിങ്ങളെപ്പോലുള്ള ബഹുമാന്യന്മാർ നമുക്കൊരുമിച്ച് നിന്നാൽ നമുക്ക് കേരളത്തിൻ്റെ നോളജ്, നമ്മളിപ്പം നൗ വി ആർ ഇൻ ദി ഓഫ് നോളജ് എക്കോണമി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈജ്ഞാനിക സമ്പദ്ഘടനയുടെ കാലഘട്ടം, നമുക്ക് വിജ്ഞാനത്തിലൂടെയുള്ള വളർച്ച, അതിന് സയൻസും കൂടെ വേണം. സയൻസ്, കാരണം ഞാൻ ഇന്ദിരാഗാന്ധിയെ പണ്ട് കണ്ടപ്പോൾ ആദ്യമായിട്ട് ഞാനവരെ നമ്മളിറക്കിയ റാസ്കോട്ട് കൃഷ്ണപിള്ളയുടെ സയൻസ് ഡിക്ഷണറി ഞങ്ങൾ ഇറക്കി അദ്ദേഹത്തിന് മാഡത്തിന് കൊടുക്കാൻ വേണ്ടി പോയി. ഇന്നത്തെ പോലെ സെക്യൂരിറ്റി ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ പറഞ്ഞു, യെസ്, വെരി ഗുഡ്, യു ടേക്ക് അപ്പ് സയൻസ് കമ്മ്യൂണിക്കേഷൻ. Your father used to write me letters and I used to respond to him sometimes. Sometimes I used to respond, sometimes I don't have the time to respond to him. And his vision is great. You take up this science communication. സയൻസ് ഏറ്റവും താഴെക്കാരിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കൂ. പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷന് കഴിഞ്ഞ കൊല്ലത്തെ നാഷണൽ അവാർഡ് 5 ലക്ഷം രൂപ ക്യാഷും ഏറ്റവും കൂടുതൽ ക്യാഷ് പ്രൈസ് തരുന്ന അവാർഡാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അത് കഴിഞ്ഞ കൊല്ലം പി എൻ പണിക്കർ ഫൗണ്ടേഷനാണ് ലഭിച്ചത്. കാരണം ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാം, അച്ഛൻ്റെ ടെക്നോളജി, നമ്മുടെ സാക്ഷരതാ മിഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാക്ഷരതാ മിഷനും പി എൻ പണിക്കരുടെ ആ ടെക്നോളജിയാണ് ആ ടെക്നിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം റീച്ചിങ് ദ പുവർ, അദ്ദേഹത്തിൻ്റെ യാത്രകൾ, താഴോട്ട് പോകുന്ന ഗ്രാമങ്ങളിലോട്ട് പോകുന്ന യാത്രകൾ, ജനസമ്പർക്ക യാത്രകൾ, ശ്രീ പി എൻ പണിക്കരാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ജനസമ്പർക്ക യാത്ര കാസർഗോഡ് മുതൽ കണ്ണൂർ തിരുവനന്തപുരം വരെ നടത്തിയത്. റീച്ചിങ് ദ റിയൽ ആൻഡ് റീച്ച്, ഏറ്റവും പാവപ്പെട്ടവൻ താമസിക്കുന്ന സ്ഥലത്തൂടെ അദ്ദേഹം കാൻഫഡിൻ്റെ ശക്തമായ പ്രവർത്തനത്തോടൊപ്പം നടന്നുപോയി അവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതാണ്, അതിനുവേണ്ടിയാണ് അത് സയൻസ് കമ്മ്യൂണിക്കേഷൻ. ഞങ്ങൾ ഒരുപാട് സയൻസ് കമ്മ്യൂണിക്കേഷൻ വർക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി, ഇവിടുത്തുള്ളവരില്ല അത് പങ്കാളിയായിട്ടുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ ഇവിടെ എന്താ പറഞ്ഞത് ഒറീസ വരെയും നടത്തുക മാത്രമല്ല അവിടെയൊക്കെ ശാസ്ത്രത്തിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കി. ഇപ്പം പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഒരു മുദ്രാവാക്യം ഇറക്കിയിട്ട് 3-4 കൊല്ലമായി, ഇപ്പം പോപ്പുലറായി വരികയാണ്. പി എൻ പണിക്കരുടെ വായിച്ചു വളരുക, ചിന്തിച്ചു വേഗം നേടുക എന്ന മുദ്രാവാക്യത്തോടൊപ്പം ഇപ്പോൾ പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ ഓഫ് നോളജ് എക്കോണമി, വൈജ്ഞാനിക സമ്പദ്ഘടന കാലഘട്ടം, അറിവാണ് ഇന്നത്തെ ശക്തി. അപ്പോൾ അതിന് ശക്തി കൊടുത്തുകൊണ്ട് വായിച്ചാൽ അറിവ് കിട്ടും. അറിവിലൂടെ സമ്പന്നനാകാനാണ് ഞങ്ങൾ പറയുന്നത്. അറിവിലൂടെ സമ്പന്നനാകണം. സമ്പന്നൻ എന്ന് പറഞ്ഞാൽ പൈസ അല്ല. അവിടെ നമുക്ക് അവൻ്റെ മനുഷ്യൻ്റെ വികസനം, അവൻ്റെ സഹജീവികളുടെ വികസനം, അവൻ്റെ നാടിൻ്റെ വികസനം, ഇതെല്ലാം ഉൾക്കൊണ്ടുള്ള എന്താ പറഞ്ഞത് വായിച്ചുകൊണ്ട് അറിവിലൂടെ സമ്പന്നനാകാൻ, ആ സമ്പത്താണ് നമുക്ക് വേണ്ടത്. ആ സമ്പത്ത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ശക്തമാകണം. അതിനുവേണ്ടിയുള്ള അറിവ് നമുക്ക് വേണം. അതോടൊപ്പം ഞങ്ങൾ പറയുന്നു, അറിവിലൂടെ സമ്പന്നനാകൂ, ശാസ്ത്രത്തിലൂന്നി ശക്തനാകൂ. ശാസ്ത്രം ഇന്ന് സമസ്ത മേഖലയിൽ സ്പർശിച്ചിരിക്കുകയാണ്. നാം ചന്ദ്രനിലും സൂര്യനിലും ഒക്കെ പോകുന്നു. ശാസ്ത്രം എല്ലാവർക്കും നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അതിന് ബാലേന്ദ്രൻ്റെ സേവനം വളരെ പ്രശംസനീയമാണ്. അദ്ദേഹം ഒരുപാട് ചെറിയ പരീക്ഷകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുകയാണ്. അല്ലേ ബാലേന്ദ്ര? അതിൽ ഞാൻ വീണ്ടും പറയുന്നത് ഈസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്ന് പറയാൻ കാരണം ആ വിഷൻ ബാലേന്ദ്രൻ ഉണ്ടായി. ആ കോഴ്സുകളിലൂടെ നാം എല്ലാം എംപവർമെൻറ്റ് ലഭിച്ചു കഴിഞ്ഞു നമുക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവരോടും ചേർന്ന് സാമൂഹ്യ മാറ്റം, പണിക്കർ സാർ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു സാമൂഹ്യ മാറ്റം. ആ മാറ്റത്തിന് നമുക്ക് പ്രവർത്തിച്ച് ലോകത്തിന് മാതൃകയായി കേരളം വളരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ നല്ല സാമൂഹ്യ പ്രവർത്തകരെ തേടുന്ന പ്രവർത്തനം പണിക്കർ സാർ നടത്തുന്ന വിഷയത്തെക്കുറിച്ച് ശ്രീ ബാലഗോപാൽ സാറോട് സംസാരിക്കേണ്ടായി. ഞാനൊരു ചെറിയ സമയമെടുക്കുന്നില്ല. ഏഴമനക്ക് ഓർമ്മയുണ്ട്, പണിക്കർ സാറിൻ്റെ ഭാര്യ ചെമ്പകുട്ടിയമ്മ
ദിവംഗതയായി. അപ്പോൾ വഴുതക്കാട് ഒരു വീട്ടിലാണ് താമസം. ധാരാളം ആളുകൾ മരണമന്വേഷിച്ചിട്ട് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ കുറേ ആളുകൾ, അപ്പോൾ പണിക്ക് സാറുമൊക്കെ കുറേ ആളുകൾ വരുന്നു. ഈ വരുന്ന ആളുകളെ വെറുതെ അങ്ങോട്ടത് ശരിയല്ലല്ലോ. ഓഫീസിൽ നിന്ന് 10 വീട്ടിലൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്നൊരു നോട്ടീസ് അടിച്ചു വെച്ചിട്ടുണ്ട്. കുറേ നോട്ടീസ് അടിപ്പിച്ചു. വരുന്നവർക്കൊക്കെ ഈ നോട്ടീസ് കൊടുക്കുകയും അത് അവിടെ നിന്ന് വായിക്കാൻ ഏർപ്പെടുകയും ചെയ്തു. സാറും വായിച്ചു തുടങ്ങി. ഇങ്ങനെ ചരിത്രത്തിൽ സ്വന്തം ഭാര്യ മരിച്ച് ഡെഡ് ബോഡി അകത്ത് കിടക്കുമ്പോൾ പുറത്ത് മരണമന്വേഷിച്ച് വരുന്ന ആളുകളോട് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടുള്ള വേറൊരു വ്യക്തിയുണ്ടോ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇന്നലെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് പണിക്കർ സാർ ഇങ്ങനെ ചിരസ്മരണീയനായി മാറിയത്? എന്തുകൊണ്ട്? ഒരു ഡിവൈൻ സ്പിരിറ്റായിരുന്നു പണിക്കർ സാർ. ഇല്ലെങ്കിൽ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇതുപോലെ സംഭവങ്ങൾ നിരവധിയാണ്. നമുക്ക് വേറെ ഒരുപാട് അല്ല. ഇത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സാമൂഹിക പ്രവർത്തകനാകാൻ ഇന്ന സമയത്ത് പറയണമെന്നൊന്നുമില്ല. ആളെ കണ്ടാൽ എവിടെ നിന്നും, ചിലപ്പോൾ ബസ് സ്റ്റോപ്പിലായിരിക്കും ആളുകൾ കൂടി നിൽക്കുന്നത്, ചെന്ന് അവിടെ ആൾ കൂടി നിൽക്കുന്നു, നമുക്ക് അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി സംസാരിക്കും. ബോട്ട് ചട്ടിയിൽ ആളെ കണ്ടാൽ അവിടെ നിർത്തി അവിടെ ഇറങ്ങുകയാണ്, ഇറങ്ങി നിന്ന് സംസാരിക്കുകയാണ്. നേരെ ആളെ കുട്ടി അവിടെ സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആളിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അടുത്തതായി ശ്രീ മനോജ് കടമ്പാട് അല്ലേ, തൃശ്ശൂർ ജില്ല സംഘടനാ സമ്മേളനത്തിൽ അടുത്ത് സംസാരിക്കുന്ന മനോജ്, തൃശ്ശൂരിൽ നിന്നുള്ള കാൻഫെഡിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. എനിക്ക് പറയാനുള്ള ഇപ്പോൾ ഈ വേദി എന്ന് പറയുന്നത്, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം ഗുരുവായൂരപ്പ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ പൊതു സാമൂഹ്യ സേവന രംഗത്തേക്ക് ഇത്രയും ആളുകൾ, സീനിയർമാരായിട്ട് ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരുന്നു എനിക്കിന്ന് ഇവിടെ ഇരിക്കാൻ കിട്ടിയിട്ടുള്ള എൻ്റെ ഗുരുനാഥക്കന്മാരുടെ ഈ വേദി. അതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയട്ടെ, സമൂഹത്തിലെ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ കാൻഫെഡ് വടക്കാഞ്ചേരിയിലെ ഏറ്റവും നല്ല ഒരു തഹസിൽദാർക്കാണ് ഇപ്രാവശ്യം കൊടുക്കാൻ വേണ്ടി നമ്മളൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ പുത്തുമലയിൽ ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ വേണ്ടി കാൻഫെഡിൻ്റെ കൂടെ കൃത്യമായിട്ട് ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് സന്നദ്ധ പ്രവർത്തകർ ഇവിടുന്ന് പോയതാണ്. അവിടുത്തെ ആളുകളുടെ അധികം നമ്പറില്ല, ഞാൻ ആ ഗ്രൂപ്പിലില്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ ബന്ധപ്പെടാൻ സാധിച്ചില്ല. രണ്ടാമത് ഒരു വായനശാല ഒല്ലൂർ തകർന്നു കിടന്ന സമയത്ത് അദ്ദേഹം തലപ്പള്ളി താലൂക്കിലെ തഹസിൽദാർ, ഇപ്പോഴുള്ള ആൾ, അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു നല്ലൊരു തഹസിൽദാരാണ്. താഴേക്കിടയിൽ ആരുണ്ടോ അവർക്ക് വേണ്ട സേവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കാൻഫെഡിന് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം സ്വന്തമായി ഒരു വായനശാല വീടിൻ്റെ ഇവിടെ തയ്യാറാക്കി ജനങ്ങൾക്ക് സമർപ്പിച്ച് അദ്ദേഹം വൈകിട്ട് ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ ഇന്നും ആ വായനശാല അവിടെ പ്രവർത്തിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഇന്ന് റോട്ടറി ക്ലബിൻ്റെ അവാർഡ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇവിടെ വരാതിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വിശിഷ്ടമായ ഒരാൾക്ക് കൊടുക്കാതെ പിന്നെ എന്തിനാണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം ശരിക്കും ജനങ്ങളിൽ എത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. അടുത്ത വർഷം അദ്ദേഹം തീർച്ചയായിട്ടും ഈ കാൻഫെഡിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകും, തീർച്ചയാണ്. അങ്ങനെ പുതിയ പുതിയ തലങ്ങളിലേക്ക് ഓരോരുത്തരെയും പ്രവർത്തിച്ചു കൊണ്ടുവരുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാറ് പറഞ്ഞ പോലെ ഇന്നത്തെ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്ക് എന്തുകൊണ്ട് പുതിയ ചെറുപ്പക്കാരെ അടുത്ത വർഷം ഓരോരുത്തരെ കൈപിടിച്ച് കൊണ്ടുവന്നാൽ നിങ്ങളൊക്കെ ഗുരുനാഥകന്മാരായി. അപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ആ നാട്ടിൽ നിന്നൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള സാമൂഹ്യ സേവന സന്നദ്ധതയുള്ള ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്ന് ഡബിൾ ആക്കണമെന്നാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം കാണാൻ വേണ്ടി വരികയാണ്, പരസ്പരം പരിചയപ്പെടാൻ വേണ്ടി വരും. ആ സന്തോഷം മാത്രമല്ല, നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ബാലേന്ദ്രൻ സാറിനെ പോലെ അദ്ദേഹം ചിന്തിച്ച ആ ഒരു നല്ല ആപ്തവാക്യം തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും പുതുതലമുറകളിലേക്ക് വരട്ടെ, പുതിയതായിട്ടുള്ള ആശയങ്ങൾ വരട്ടെ എന്ന ചിന്താഗതി കണ്ടുകൊണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്നും ചിലപ്പോൾ സാമൂഹ്യ സേവനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്നും ചിലപ്പോൾ ഒന്നും ഉണ്ടാവാറില്ല. ഇന്ന് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇരിക്കുന്ന വേഷം ഇതിട്ട് ഇന്ന് തലപ്പള്ളി താലൂക്കിലെ സപ്ലൈ ഓഫീസർ പറയാണ്, മനോജ് കടമ്പാടിന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സർട്ടിഫിക്കറ്റ് ഇന്ന് ലാസ്റ്റ് ദിവസം 30-ാം തീയതിയാണ്. മറ്റ് ജനങ്ങളെ മുഴുവൻ അറിയിച്ചതിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടി ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സർട്ടിഫിക്കറ്റ് അവിടെ എഴുതുകയാണ്. അപ്പോൾ സ്വന്തം കാര്യം നോക്കാതെ, സ്വന്തമായി ഭൂമിയില്ലാതെ നാട്ടുകാരുടെ കാര്യം നോക്കി നടക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും എന്നെ കളിയാക്കി പോയി. എൻ്റെ മുന്നിലുള്ള ഇദ്ദേഹത്തെ പോലുള്ള ഗുരുനാഥക്കന്മാരും ഇവരൊക്കെ കഷ്ടപ്പെട്ട് വളർന്നിട്ടുള്ള അവരുടെ സാമൂഹ്യ സേവന പരിസ്ഥിതിയും
ആ നാട്ടിലെ ഇപ്പോൾ സബ് കളക്ടറായിട്ട് ഇപ്പോൾ പ്രാദേശിക മാധ്യമ ലേഖകർക്ക് കാൻഫെഡ് ഇപ്പോൾ പുതിയൊരു സംവിധാനം ഇപ്പം ഇന്ന് കണ്ടപ്പോൾ ജെയ്സ്മോൻ അദ്ദേഹം പുതിയ നമ്മൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ആവേശം, പ്രാദേശിക തലത്തിൽ എല്ലാ ആളുകളെയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ. അവർക്കൊരു സംഘടന ഉണ്ടാകും, അവർക്കൊരു അക്രഡിറ്റേഷൻ, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവിടെ എല്ലാവിധ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും വാങ്ങിക്കുന്ന പത്രമാധ്യമ പ്രവർത്തകരുണ്ട്. പക്ഷേ ഈ സാധാരണക്കാരെ പ്രാദേശിക പത്രമാധ്യമ പ്രവർത്തകർക്ക് സർട്ടിഫിക്കേഷൻ ഇല്ല. ഇന്നെനിക്ക് വളരെ സന്തോഷം തോന്നി. ഇത് കാൻഫെഡിനെ പോലെയുള്ള സംഘടനകൾക്ക് കൃത്യമായി കൊടുക്കാനും അതാത് പ്രാദേശിക മേഖലകളിൽ കാൻഫെഡിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ കാൻഫെഡിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള പ്രാദേശിക ലേഖകൻ ആ വാർത്ത കേരളത്തിലെ ഉന്നത തലത്തേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം. അപ്പോൾ എല്ലാ തരത്തിലും ഇത് ഒരു കാര്യം മനസ്സിലാവും, കാൻഫെഡിന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ പറയും നമ്മുടെ DMO പോലുള്ള ആളുകൾ വൻകിട പൈസ കൊടുത്ത് പഠിക്കുന്ന ആളുകൾ നമുക്കെതിരെ തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അതിന് ഈ കാൻഫെഡിന്റെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും BSSന്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഇത് അംഗീകരിക്കുന്നില്ല എന്നും പറയുന്ന പല സംഘടനകളുണ്ട്. അവർക്കെതിരെ നമ്മൾ എല്ലാ തലത്തിലും സാമൂഹ്യ തലത്തിൽ പോരാട്ടവീര്യം തന്നെ എടുക്കണം. ഇതില്ലെങ്കിൽ നമ്മളൊക്കെ കണ്ട ലക്ഷ്യം, വൻകിട ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഗുരുനാഥന്മാര് കണ്ട ആശയങ്ങൾ താഴെത്തട്ടിലെത്തില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് എല്ലാവർക്കും ഒരു ജോലി. കാരണം പ്രൈവറ്റ് മേഖലകളിൽ 20,000 30,000 കൊടുത്ത് ശമ്പളം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. നല്ല വിവാഹം ജീവിതം കിട്ടിയ പെൺകുട്ടികളുണ്ട്. ഇതിൻ്റെയൊക്കെ അനുഗ്രഹം സത്യം പറയുകയാണെങ്കിൽ ബാലേന്ദ്ര സാറിനും അദ്ദേഹത്തിൻ്റെ പൂർവ്വ ഗുരുനാഥന്മാരായിട്ട് എല്ലാവർക്കും ഭവിക്കട്ടെ. തൃശ്ശൂർ ജില്ലയിലെ കാൻഫെഡിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്, യാതൊരു കുഴപ്പമില്ല. ഇനിയും അതിന് കൂടുതൽ ആളുകൾ ഇതിലേക്ക് പങ്കെടുക്കുകയും വരികയും ചെയ്യും. ഇന്നും ആളുകൾ വന്നിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി VC പീറ്റർ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട കാൻഫെഡിൻ്റെ പ്രവർത്തകരെ, ഞാൻ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ചാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ കാൻഫെഡിൻ്റെ ചെയർമാനാണ്. ആ സമയം വളരെ ദീർഘമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ കാൻഫെഡിൻ്റെ എറണാകുളം ജില്ലയിലെ ചില പ്രധാന പ്രവർത്തനങ്ങൾ ഒന്ന് ചെറുതായി വിവരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തിക്കൊള്ളാം. കാൻഫെഡ് ഞങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയിലാണ്. ഏതാണ്ട് 1700-ൽ പരം ആരോഗ്യ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോം നഴ്സസിനെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ 3 മാസത്തെ ട്രെയിനിങ് കൊടുത്ത് ഏതാണ്ട് 1700-ൽ പരം ഹോം നഴ്സുമാരെ ഞങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാൻഫെഡിൻ്റെ ആ ഗ്രൂപ്പിൽ പെടുന്ന ഏതാണ്ട് 1700ഓളം ഹോം നഴ്സുമാർ അവരുടെ വീടുകളിലോ ആശുപത്രികളിലോ എവിടെയാണെന്ന് വെച്ചാൽ പരിചരിക്കേണ്ട സ്ഥലത്ത് പരിചരണം നൽകുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അവർക്ക് തൊഴിൽ നേടിക്കൊടുത്ത് തൊഴിലിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 15,000 മുതൽ ഏതാണ്ട് 25,000 വരെ ശമ്പളമാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ശമ്പളം ഞങ്ങൾ എവിടെയാണോ സർവീസ് കൊടുക്കുന്നത് ആ സർവീസ് കൊടുക്കുന്ന ആളുകളിൽ നിന്നും വീടുകളിൽ നിന്നും കളക്ട് ചെയ്താണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീരെ പാവപ്പെട്ട ആളുകളാണ് മിക്ക ആളുകളും ഈ ഹോം നഴ്സുമാരായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അതോടൊപ്പം ഏതാണ്ട് 30ഓളം പാലിയേറ്റീവ് പ്രവർത്തകർ അവർക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ പാലിയേറ്റീവ് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ട അത്യാവശ്യ അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. പ്രാക്ടിക്കലായും തിയറിറ്റിക്കലായും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ സർക്കാരിൻ്റെ കേസിൻ്റെ കീഴിൽ, കേസ് എന്ന് പറയുന്നൊരു സംഘടന ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണ് അതിൻ്റെ ആസ്ഥാനം. അതിൽ സങ്കൽപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിപാടിയിൽ ഗവൺമെൻറ് തരുന്ന 30 കുട്ടികൾക്ക് 30 ദിവസം 90 ദിവസത്തെ 3 മാസത്തെ ഒരു ട്രെയിനിങ് ഗവൺമെൻറ്റാണ് ആ കുട്ടികൾ തന്നിരിക്കുന്നത്. അവരോട് ഒരു ഫീസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം അവർ പറയുന്ന സിലബസ് അനുസരിച്ച് അവരെ പഠിപ്പിച്ച് ഈ 30 കുട്ടികളെയും ഞങ്ങൾ ഓരോ സെൻറ്ററുകളിൽ ഇപ്പോൾ ജോലി ചെയ്ത് വരികയാണ്. അവർക്കും ഏതാണ്ട് 25,000 രൂപയിൽ താഴെ വരുന്ന സാലറി, ആ ശമ്പളമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള 30ഓളം ആളുകളെ ട്രെയിനിങ് കൊടുത്ത് ആ ട്രെയിനിങ് കീഴിൽ പ്രവർത്തിച്ച് പഠിച്ച ആളുകൾ ഇപ്പോൾ ജോലി ചെയ്ത് വരികയാണ്. ഈ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇത് നൽകിയത് എറണാകുളം കളക്ടറാണ്. ജില്ലാ കളക്ടറായിരുന്നു. ആ ജില്ലാ കളക്ടറും അവരുടെ ആ വിങ് മുഴുവൻ ഉണ്ടായിരുന്നു ആ പരിപാടിക്ക്. ഏതാണ്ട് 100ഓളം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. അത് നിർബന്ധമായും കളക്ട്രേറ്റിൽ വെച്ച് തന്നെ നൽകണമെന്ന് കളക്ടർ നിർബന്ധം പിടിച്ചതിനാൽ കളക്ട്രേറ്റിൽ വെച്ചാണ് ആ സംഭവം നടന്നത്. 1 മാസം മുൻപാണ് ആ പ്രോഗ്രാം പൂർത്തിയാക്കിയത്. എനിക്ക് തോന്നുന്നു കാൻഫെഡിൻ്റെ പ്രവർത്തകർക്കൊക്കെ
ഇത് അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്. കേസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ അന്വേഷിച്ചാൽ നമ്മളൊരു പ്രോജക്റ്റ് നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്യണം. ആ പ്രോജക്റ്റ് അംഗീകരിച്ചാൽ തീർച്ചയായും ആ കുട്ടികൾ ഗവൺമെൻറ് തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് തരും. പക്ഷേ അവരിൽ നിന്ന് ഫീസ് വാങ്ങാൻ നമുക്ക് പറ്റില്ല. ഫീസ് വാങ്ങാതെ നമ്മളവരെ ഫ്രീ ആയിട്ട് ട്രെയിനിങ് നടത്തി പുറത്തു വിട്ടാൽ ഇവർക്ക് ജോലി നൽകുന്ന കാര്യം അതും അവരൊരു സംഗതി പറയുന്നുണ്ട്. ഈ ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടികൾക്ക് ജോലി നൽകാൻ നിങ്ങൾ 60%, 60% എങ്കിലും ആളുകൾക്ക് ജോലി നൽകിയിരിക്കണം. നമ്മുടെ കീഴിൽ ജോലി നൽകണ്ട, ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ഏർപ്പെടുത്തി കൊടുത്താൽ മതി. അതിനുള്ള ഒരു സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ചെയ്തു കൊടുക്കുകയും 30 കുട്ടികൾ ഇപ്പോൾ ജോലി ചെയ്ത് വരികയാണ്. പിന്നെ ഇത് കൂടാതെ ഞങ്ങൾ ഒരു വിമുക്തി എന്നൊരു പ്രോഗ്രാം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലഹരി വിമുക്ത പരിപാടികൾക്ക് വേണ്ടിയിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ഓഫീസിൻ്റെ, അതായത് എറണാകുളത്തെ ഓഫീസിൻ്റെ നേരെ മുമ്പിലാണ് ഡിസ്ട്രിക്ട് എക്സൈസ് ഓഫീസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സൗകര്യമാണ്. അവിടെ അദ്ദേഹത്തോട് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ, ഏതെങ്കിലും ഈ ഓഫീസുകളിലോ ഏതെങ്കിലും സ്കൂളുകളിലോ ഏതെങ്കിലും BSSൻ്റെ സെൻറ്ററുകളിലോ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആളെ വിട്ടുതരും. ഞങ്ങളങ്ങനെ ഏതാണ്ട് 30ഓളം സെൻറ്ററുകളിൽ ഇതിനകം ഈ വർഷം ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കുന്നേ ഉള്ളൂ. അതിൻ്റെ സർട്ടിഫിക്കേഷൻ അവർ നൽകാമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ നൽകിയിട്ടില്ല. വീണ്ടും അവർ പറയുന്നുണ്ട് ഈ വിമുക്തി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികളാണ് എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു സർക്കാരിൽ നിന്ന് എന്തോ ഒരു പെർമിഷൻ കിട്ടാനുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇതുവരെ നൽകാത്തത്. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഞങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ നീണ്ടൂർ ആ സ്ഥലത്ത് ഞങ്ങളൊരു നെൽകൃഷി ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കൃഷിയോടൊരു താല്പര്യം പ്രത്യേകിച്ച് എനിക്കുമുണ്ട്. അപ്പോൾ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു 5.5 ഏക്കർ സ്ഥലം ഞങ്ങൾ പാട്ടത്തിനെടുത്തിട്ട് കൃഷി തവണ കഴിഞ്ഞ വർഷവും ചെയ്തിരുന്നു. പക്ഷേ ഈ വർഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതായത് പൂവിട്ട് നിൽക്കുന്ന സമയം, കതിര് വരുന്ന ആ സമയത്ത് ഭയങ്കരമായ മഴ വരികയും അതിന് മട പൊട്ടുക എന്ന് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് മട പൊട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, വെള്ളം കെട്ടി നിർത്തുന്ന ഒരു സംവിധാനമുണ്ട്. അത് പൊട്ടിയതുകൊണ്ട്, വെള്ളം കയറിയതുകൊണ്ട് ആ കൃഷി നശിച്ചുപോയി. അതിൽ നിന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല നഷ്ടം വരികയും ചെയ്തു. കൃഷി ഇതെല്ലാം നഷ്ടമായിപ്പോയി. ഈ 2027 ഇവിടെ നമ്മുടെ കാൻഫെഡിൻ്റെ പ്രസ്ഥാനം വളരെ വലിയൊരു ഭയങ്കര പരിപാടിയായി മാറ്റണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞു. ഞങ്ങൾ ഈ 2027 ആകുമ്പോഴേക്കും കാൻഫെഡിൻ്റെ പേരിൽ തന്നെ കുറേ സ്ഥലം വാങ്ങി എന്ന് വെച്ചാൽ 1.5 ലക്ഷം രൂപ ഒരു ഏക്കറിന് വിലയുള്ളൂ. വളരെ വില കുറവാണ്. ഒരു ഏക്കറിന് 1.5 ലക്ഷം രൂപ കൊടുത്താൽ ഈ പറയുന്ന പാടം കിട്ടും. ആ പാടം നമ്മൾ വാങ്ങി നമുക്ക് വേണമെങ്കിൽ പട്ടത്തിന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു 5 ഏക്കർ സ്ഥലമെങ്കിലും ഞങ്ങൾ വാങ്ങി, കാൻഫെഡിൻ്റെ ആളുകൾ വാങ്ങി കൃഷി ചെയ്ത് അതിൻ്റെ പാട്ടം വാങ്ങി. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ല എന്നോട് കൊണ്ടുവരാം. കഴിഞ്ഞോണൻ ഒരു 3 വർഷം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്ത് കുറേ മഞ്ഞളിനോട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ആ മഞ്ഞൾ കൃഷി കിട്ടുന്നില്ല. അത് ഒരു പ്രത്യേകതരം മഞ്ഞളായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ നശിച്ചു പോയതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. ഏതായാലും അടുത്ത 27 ഒരു പക്ഷേ ഈ കാൻഫെഡിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ എനിക്കത് പറയാൻ സാധിക്കും. ഇത്രയും സ്ഥലം പാടം ഞങ്ങൾ വാങ്ങി ആ പാടത്ത് കൃഷി ചെയ്ത ഇത്ര നെല്ല് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാൻഫെഡിൻ്റെ ആളുകൾക്ക് ചെയ്യാവുന്നതാണ്. ഈ പാടം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തും കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കൃഷികൾ നമുക്ക് ചെയ്യുകയും ആ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു എന്താണെന്ന് വെച്ചാൽ അത് കാൻഫെഡിൻ്റെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ അവിടെ നമുക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ച് നമുക്ക് ഇന്നത് ചെയ്തു എന്ന് പറയുകയും മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ബാലവൽ സാറിനോടൊരു അഭ്യർത്ഥനയുണ്ട്. ബാലവൽ സാർ പറഞ്ഞു ബാലേന്ദ്ര സാറിൻ്റെ നേതൃത്വത്തിൽ BSSൻ്റെ പ്രോഗ്രാം ഇന്ത്യ ആകെ നടക്കുന്നുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനത്ത് മാത്രമൊന്നുമല്ല, ഇന്ത്യ ആകെ നടക്കുന്നുണ്ട്. സാറിന് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പ്രധാനമന്ത്രി സാറുമായിട്ടൊരു ആപ്പയുണ്ടെന്ന് പറഞ്ഞു. സാർ ഇനി ഒന്ന് കാണുമ്പോൾ BSS ഇങ്ങനെ ലക്ഷക്കണക്കിന് കുട്ടികളെ, ഒന്നോ രണ്ടോ അല്ല, ലക്ഷക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച് അവരെല്ലാം ജോലിയിലാണ്. ഞങ്ങളിപ്പോൾ ഒരു സർവേ നടത്തി. കഴിഞ്ഞ 3 മാസം മുമ്പ് ഒരു സർവേ നടത്തി. 3 മാസം കഴിഞ്ഞ മാർച്ചിലാണ് ആരംഭിച്ച് ഒരു സർവേ നടത്തി. പാരാമെഡിക്കലിൽ മാത്രം, വേറെ ഒന്നും ഞങ്ങൾ എടുത്തില്ല. പാരാമെഡിക്കൽ മാത്രം പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, പഠിച്ചു പോയ കുട്ടികളെയല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. ആ കുട്ടികളുടെ ഒരു ഡാറ്റ ഞങ്ങൾ കളക്ട് ചെയ്തു. ഈ 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കേരളത്തിൽ നിന്ന് മാത്രം ഏതാണ്ട് 28,000-ൽ സിസ്റ്റം കുട്ടികൾ ജോലി ചെയ്യുന്നതായിട്ടാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അവരുടെ ടെലിഫോൺ നമ്പർ, അവരുടെ അഡ്രസ്സ്, അവരുടെ ഏത് ഡിപ്ലോമയാണ് കിട്ടിയിരിക്കുന്നത്, ഏത് ഹോസ്പിറ്റലാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഡാറ്റാസ് ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ അത്രയും പാവപ്പെട്ട കുട്ടികളാണ്. സാർ പറഞ്ഞു വളരെ ചെറിയ ഫീസ്, അങ്ങനെ ചെറിയ ഫീസ് മേടിക്കുന്നുള്ളൂ. ഇത്രയും ചെറിയ ഫീസ് മേടിച്ച് പാരാമെഡിക്കൽ വിങ്ങിൽ മാത്രം ഇത്രയും അധികം ആളുകൾ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഏത് സർക്കാരിന് ചെയ്യാൻ പറ്റുക?
ഇതൊക്കെ സാർക്കൊന്ന് സൂചിപ്പിച്ചാൽ നല്ലതാണ്. സാറിന് റഫയുണ്ടല്ലോ ഇതൊക്കെയൊന്ന്. ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പണമൊന്നും വേണ്ട. ഞങ്ങളാരും പണം ഞങ്ങൾക്ക് ആവശ്യമില്ല. സാറ് പറഞ്ഞ പോലെ പ്രധാനമന്ത്രി ചോദിച്ചില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ സാറ് പറഞ്ഞല്ലോ എനിക്ക് ബ്യൂറോക്രസിയുടെ ഒരു സഹായം മതിയെന്ന്. അങ്ങനെ ഒരു സഹായം കിട്ടിയാൽ മതി. ഈ പറയുന്ന BSS ചെയ്യുന്ന ഏതാണ്ട് 2700 കോഴ്സുകൾ ചെയ്യുന്നത്, അതിലൊന്ന് ഈ പാരാമെഡിക്കൽ എന്ന് പറയുന്നത് നിയമപരമായ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് നേടി തന്നാൽ BSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിലെ നമ്പർ വൺ അല്ല, നമ്പർ വൺ എന്ന സ്ഥാപനമായിട്ട് മാറും. ഞങ്ങളുടെ ചെയ്യുന്ന സർവീസ് സേവനം ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും വലിയ മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് മാറും എന്നതിന് യാതൊരു സംശയമില്ല. അത് കാൻഫെഡും ഈ കൂടെ യോജിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. PN പണിക്കർ ഫൗണ്ടേഷനും കൂടെ യോജിച്ചുകൊണ്ട് നിന്നാൽ ഈ BSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു മഹാപ്രസ്ഥാനമായിട്ട് ലോകത്തിലൊരിടത്ത് നടത്താത്ത മഹാപ്രസ്ഥാനമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും എന്ന് മാത്രം ഞാൻ സാറിനോടൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് PT ജോൺ സാറിനെയാണ് ക്ഷണിക്കുന്നത്. പ്രിയമുള്ള ബാലേന്ദ്രൻ, ശ്രീ പ്രിയമുള്ള ബാലഗോപാൽ, വേദിയിലെ ബഹുമാന്യരെ, സ്നേഹിതരെ, കഴിഞ്ഞ 48 വർഷവും കാൻഫഡിനോടൊപ്പം അല്ല, PN പണിക്കരോടൊപ്പം ആയിരുന്നു ഞാനും. പണിക്കർ സാറിൻ്റെ മെറ്റഡോർ വണ്ടിയും ആ വണ്ടിയിൽ കൊണ്ടുവരുന്ന പോസ്റ്ററുകളും പുസ്തകങ്ങളും കൂടെ വരുന്ന ആളുകളും കയറിപ്പോകുന്ന കാടുകളും ആദിവാസി കുടികളും ലൈബ്രറികളും ഒക്കെ മനസ്സിലൂടെ കടന്നു വരുമ്പോഴും ഞാൻ സാധാരണ കാൻഫഡ് സമ്മേളനത്തിൽ വരുമ്പോഴുള്ള ഒരു ആവേശത്തിലോ സന്തോഷത്തിലോ അല്ല ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ കാരണം എൻ്റെ മനസ്സിൻ്റെ വേദനയാണ്. നമ്മളാരും ചിന്തിക്കാത്ത തരത്തിൽ നമ്മുടെ നാട്ടിൻ്റെ കാടിൻ്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന, വനപ്രാന്തങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ, മഹാഭൂരിപക്ഷം ആദിവാസികൾ, അവർ പുലി പിടിക്കപ്പെട്ടും ആന ചവിട്ടിയും പലതരം വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് വല്ലാത്ത ദുരിതങ്ങളിലാണ്. ഈ ദുരിതങ്ങൾ കണ്ടും കേട്ടും കടന്നു ചെല്ലുന്ന ഇന്നലെ ആദിവാസി ഊരുമൂപ്പൻസിൻ്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വരുന്നത്. സങ്കടങ്ങൾ വെറും കേൾവി മാത്രമല്ല. അപ്പോൾ ഒരു ഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ 17 സംസ്ഥാനങ്ങളിൽ ആദിവാസികൾ ആക്രമിക്കപ്പെട്ടതിൽ 93% ആളുകൾ ഒന്നുകിൽ ആദിവാസികളാണ് അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ നമ്മളെപ്പോലെയുള്ള ആളുകളോ, ഞാൻ നമ്മളെപ്പോലെ എന്ന് പറയുന്നത് ഇവിടെ ആരും ഒരു ആദിവാസി ഇല്ല എന്നുള്ളത് കൊണ്ടാണ്, ആദിവാസികളോ തോട്ടം തൊഴിലാളികളോ അല്ലാത്ത ആളുകൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ നമ്മളെപ്പോലെയുള്ള ആളുകൾ 7% മാത്രമേ ഉള്ളൂ. 93% ആളുകൾ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ പരിക്കേറ്റ് കിടക്കുന്നു. ബെഡ്രിഡനായി കിടക്കുന്ന മനുഷ്യർ. ഈ സങ്കടം മരിച്ചുപോയ സാറിൽ അങ്ങോട്ട് പോയി തീർന്നു. ഇത് ഒരു വീട്ടിലേക്കുള്ള 10 രൂപയുടെ വരുമാനമുണ്ടാക്കുന്ന ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ആദിവാസി, അവൻ ഈ വന്യമൃഗത്തിൻ്റെ അക്രമത്തിൽ പരിക്കേറ്റ് ബെഡ്രിഡനായി കിടന്നു കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ആ കുടുംബം അനുഭവിക്കുന്ന വ്യഥയും ദുഃഖവും, ആ ആളുടെ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, ആ സങ്കടങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഇതുവരെ സംസാരിച്ചു വന്ന ടെക്നോളജിയുടെയും വികസനത്തിൻ്റെയും ഒക്കെ തലങ്ങൾക്ക് നേരെ എതിരായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന്
കണ്ടുവരുന്ന അറിഞ്ഞു വരുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ ഞങ്ങൾ തീരുമാനമെടുത്തു. ഇന്നലത്തെ ഊരുമൂപ്പൻ കൗൺസിൽ തീരുമാനമെടുത്തു. ഞങ്ങളുടെ എം പിയെ വിളിച്ച്, ഞങ്ങളുടെ എം പി വലിയ ആളാണ്, പ്രിയങ്ക ഗാന്ധിയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് ബുക്ക് ചെയ്തു. ജൂലൈ 22-ാം തീയതി പാർലമെൻറ്റ് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഒറ്റ കാര്യത്തിനാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്ന് വരെ വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്നവർക്കോ പരിക്കേൽക്കുന്നവർക്കോ യാതൊരു വര നഷ്ടപരിഹാരവും കിട്ടാൻ ഒരു നിയമവും ഇന്ത്യയിൽ പാസ്സായിട്ടില്ല. ഒരു നിയമവുമില്ല. കൊല്ലപ്പെട്ടാലോ പരിക്കേൽക്കപ്പെട്ടാലോ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു നിയമം ഇന്ത്യയിലില്ല. അത്തരമൊരു നിയമം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. കാരണം വണ്ടി തട്ടി പരിക്കേറ്റാൽ കിട്ടുന്നത് പോലെയുള്ള പരിഗണനയെങ്കിലും ഇതിലുണ്ടാവണം എന്ന നിലയിലൊരു ശ്രമവുമായി പോവുകയാണ്. ഞാൻ ആകെ ആവശ്യപ്പെടുന്നത്, ഇന്നലെ ഊരുമൂപ്പൻ കൗൺസിൽ തീരുമാനിച്ചത് 200 ആദിവാസികൾ ഡൽഹിയിലേക്ക് പോകാനാണ് ജൂലൈ മാസം 18-ാം തീയതി. ഞാൻ വിനയപുരസരം നിങ്ങളോട് എല്ലാവരും അപേക്ഷിക്കുന്നു, കള്ളവണ്ടി കയറി അല്ല പോണത്, ടിക്കറ്റ് എടുത്ത് തന്നെ പോകുന്നത്. 3 ദിവസത്തെ ഡൽഹിയിലെ താമസത്തിന്, ഭക്ഷണത്തിന് നിങ്ങൾക്കാകാവുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ ഈ ശ്രമത്തിന് സഹായിക്കണം. എൻ്റെ അപേക്ഷ അതാണ്. ഞാൻ കാൻഫിഡിന് വേണ്ടി കഴിഞ്ഞ 1 വർഷം കാര്യമായി ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. സത്യമായിട്ട് ഞാൻ പറയുന്നു, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെതായ ദൗത്യം സാമൂഹ്യരംഗത്ത് മനുഷ്യരോടൊപ്പം നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ആത്മസംതൃപ്തിയോടുകൂടി തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എനിക്കറിയാം, ഞാൻ BS ബാലചന്ദ്രനോട് വ്യക്തിപരമായോ പ്രസ്ഥാനത്തിൻ്റെ പേരിലോ ചോദിച്ചാൽ ഒരിക്കലും നോ പറയാത്ത മനസ്സുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ പറയുന്നു, കേരളം മൊത്തം, ഇന്ത്യ മൊത്തം, പണ്ട് നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടായിരുന്നു, കാറ്റിൽ ട്രസ്പാസിംഗ് ആക്ട് 1837 എന്നായിരുന്നു നിയമം. കാറ്റിൽ ട്രസ്പാസിംഗ് ആക്ട് 1837. അതായത് എൻ്റെ പശു നിങ്ങളുടെ പറമ്പിൽ കയറിയാൽ എന്നോട് നഷ്ടപരിഹാരം വാങ്ങാൻ ഉള്ള നിയമമായിരുന്നു അത്. പൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ ശക്തമായ വന നിയമങ്ങൾ നിൽക്കുമ്പോൾ വനം അധികാരികളും വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് സംരക്ഷിക്കപ്പെടുന്നവരും അവരുടെ ഉടമസ്ഥതയിലുള്ള മൃഗങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഗോത്രങ്ങൾ ഒന്നല്ല, 84 ഗോത്രങ്ങളാണ്. ചെറിയ ചെറിയ ഗോത്രങ്ങൾ, 18 പേർ മാത്രമുള്ള ഗോത്രമുണ്ട്. ആ ഗോത്രങ്ങളെ നിലനിർത്താനും സംരക്ഷിക്കാനും നമ്മൾ അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് ബാധ്യതയുണ്ട്. കാരണം PN പണിക്കർ 1982 വയനാട്ടിൽ വെച്ച് നടത്തിയ ആദിവാസി സംഗമം, അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സാക്ഷരതയുടെ ആദ്യത്തെ സംഗമം. അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻസ് മുഴുവൻ അവിടെയായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കാവുന്നത് ഈ ഒരു പരിശ്രമത്തിന് നിങ്ങൾ സംഭാവനകളായി മനസ്സുകൊണ്ട് ചെയ്യണം. 18-ാം തീയതി തീവണ്ടി കയറി പോവും, 26-ാം തീയതിയെ തിരിച്ചു വരുള്ളൂ. അവർക്ക് ഈ ലക്ഷ്യം നേടാൻ ബാലഗോപാലിന് പ്രധാനമന്ത്രി, ഞങ്ങളും ആദിവാസി ആയതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ ഇൻ്റർവ്യൂ എന്താ പറയുക അപ്പോയിൻമെൻറ്റിന് ചോദിച്ചിട്ടുണ്ട്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രിയോട് താങ്കൾക്ക് ശുപാർശ പറയാൻ പറ്റുമെങ്കിൽ ശുപാർശ പറയണം. നിയമമാണ് വേണ്ടത്, നിയമം. ലീഗലി എൻ്റെ ജീവൻ പോയാൽ എൻ്റെ മക്കൾക്കോ ഭാര്യയ്ക്കോ എൻ്റെ ക്ലെയിമിന് വേണ്ടി എനിക്ക് അവകാശപ്പെട്ട നഷ്ടപരിഹാരത്തിന് ഒരു ട്രിബ്യൂണലിൽ കൊടുത്ത് അവകാശം നേടാനുള്ള സ്വാതന്ത്ര്യം, അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രമം. ആ കാര്യത്തിൽ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം. ഇത് സാധിച്ചില്ലെങ്കിൽ, ഈ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ആഗസ്റ്റ് 15-ാം തീയതി മുതൽ അടുത്ത സ്വാതന്ത്ര്യദിനം മുതൽ തുടർ സമരത്തിലേക്ക്, മരണം വരെ സമരത്തിലേക്ക് പോവുകയും ചെയ്യും. ആദ്യം സമരമില്ല, ആദ്യം പോകുന്നു, കാണുന്നു, പറയുന്നു,
ബന്ധപ്പെടുന്നു, ബോധ്യപ്പെടുത്തുന്നു. ഡാറ്റയുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഡാറ്റയാണ്, നമ്മുടെ ഡാറ്റയല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഡാറ്റയാണ്. ആ ഡാറ്റ വെച്ച് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആദിവാസികൾ, ഞങ്ങൾക്ക് ജീവിക്കാൻ ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശം ഭരണകൂടം സംരക്ഷിച്ചു തരണം. ഭരണഘടന നൽകിയ ഞങ്ങളുടെ ജീവനും സ്വത്തിനുള്ള സുരക്ഷിതത്വം തരണം. ഇത് പറയുകയും അത് ഭരണകൂടം കേൾക്കാതിരിക്കുകയും ചെയ്താൽ ആഗസ്റ്റ് 15-ാം തീയതി സമരം തുടങ്ങും. മാർച്ച് മാസത്തിൽ രാഷ്ട്രപതിയെ കാണാനായിട്ട് അപ്പോയിൻമെന്റ് ചോദിച്ചിട്ടുണ്ട്. ഇവരെ ട്രൈബൽ അഫയേഴ്സിന്റെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും ലേബർ അഫയേഴ്സിന്റെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും ഫോറസ്റ്റ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും ഒക്കെ ഈ പബ്ലിക് ഹിയറിംഗിലേക്ക്, ഈ പീപ്പിൾസ് പാർലമെന്റിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് താണ് കേണ് അപേക്ഷിക്കും, ഇത് നേടിക്കൊടുക്കണം. അത്താഴ പട്ടണിക്കാർ സർക്കിൾ, നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് അറിയാലോ, നിൽപ്പ് സമരം നടന്നത്, കുടിൽകെട്ട് സമരം നടത്തിയത്. എല്ലാ സമരങ്ങൾക്കും ഒടുവിൽ അംഗീകരിക്കപ്പെട്ട അവകാശങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, പക്ഷെ നടപ്പാക്കി കൊടുക്കില്ല. പാവം ഇവരായതുകൊണ്ട് നടപ്പാക്കി കൊടുക്കും. അവർക്ക് ഭൂമിക്ക് വല്ല പ്രശ്നമുണ്ടോ? കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ കാൻഫർ സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളോട് വിനയപരിശ്രമം അഭ്യർത്ഥിക്കാനുള്ളത്, ശ്രീ ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിൽ 50-ാം വാർഷികം അത് ആഘോഷിക്കുമ്പോൾ ആ 50-ാം വാർഷികത്തിൽ ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും 500 ആദിവാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരാദിവാസി സംഗമം ആ സമ്മേളനത്തിൽ നടത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ അനിവാര്യതയാണ്. ഞാൻ സാമൂഹ്യ പ്രവർത്തകനാകുന്നത് പണിക്കർ സാറിനോടൊപ്പം ആദിവാസി കോളനികളിലേക്ക് പോയിട്ടാണ്. അവിടുന്ന് ആരംഭിച്ചതാണ്. ബാലേന്ദ്രനറിയാം, ഇന്നും എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ പ്രവർത്തനവും എല്ലാം ഞാൻ അവിടെ സമർപ്പിച്ചു നിർത്തുന്നത്. ഇന്ത്യ രാജ്യം 2006 വനാവകാശ നിയമം പാസ്സാക്കുമ്പോൾ പറഞ്ഞു, ചരിത്രപരമായി ഭരണകൂടം ആദിവാസികളോട് ചെയ്തു പോയ തെറ്റ്, ആദിവാസികളോട് നമ്മൾ ചെയ്തു പോയ കുറ്റം, അത് പരിഹരിക്കാനായി ഈ നിയമം പാസ്സാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 2006 വനാവകാശ നിയമം പാസ്സാക്കിയത്. ഇന്നും വനാവകാശ നിയമം അംഗീകരിക്കാൻ ഒരു ഭരണകൂടവും തയ്യാറല്ല. കേരളത്തിലെ ഭരണകൂടമില്ല, ഒരിടത്ത് പോലും കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തിട്ടില്ല. അപ്പം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. താങ്കൾ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുമ്പോഴും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച്, ചർച്ച 11 മണിക്ക് തുടങ്ങി, 3:30 മണി വരെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുക. 11 മണി മുതൽ 3:30 മണി VS 4.5 മണിക്കൂർ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരെയും 28 പേരെയും അറസ്റ്റ് ചെയ്ത് പട്യാല സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. റിമാൻഡല്ല, എന്തിനാ അറസ്റ്റ് ചെയ്ത് അറിയില്ല. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഭരണകൂടമാണ്. ഔദ്യോഗികമായി ക്ഷണിച്ച് ഞങ്ങൾ ചെല്ലുന്നു ചണ്ഡീഗഡിൽ, ഞാനുൾപ്പെടെ, തൊട്ടപ്പുറത്ത് PR പാണ്ഡ്യൻ ഉൾപ്പെടെ. ചർച്ച 11 മണിക്ക് തുടങ്ങുന്നു, 3:30 മണി വരെ ചർച്ച നടക്കുന്നു. ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പുറത്തു വന്ന് പത്രക്കാരെ ബ്രീഫ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ഓരോരുത്തരെ പോലീസ് ചേസ് ചെയ്യുന്നു, പിടിക്കുന്നു, കൊണ്ടുപോകുന്നു. കമാൻഡോ ട്രെയിനിങ് സെൻറ്ററിൽ കൊണ്ട് ആദ്യം ഇടുന്നു, അത് കഴിഞ്ഞ് പട്യാല സെൻട്രൽ ജയിലിൽ കൊണ്ടിടുന്നു. ഞാൻ പറയുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി കൊണ്ടിട്ടതാണ്. എങ്ങനെ നമ്മുടെ രാജ്യത്തൊരു മന്ത്രി ക്ഷണിച്ചൊരു ചർച്ചയ്ക്ക് ചെന്നാൽ ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യം എവിടെ വന്നു നിൽക്കുന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒഫീഷ്യലായിട്ട് ക്ഷണിച്ചു വരുത്തുന്ന ആളുകളെ ഇത്തരത്തിൽ പിടിച്ച് ജയിലിലിരുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ. നിങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ, അറിഞ്ഞോ? ഇത് അറിയുന്നത് രാജ്യത്തെ മീഡിയ കൊടുക്കില്ല, പത്രങ്ങൾ കൊടുക്കില്ല. ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ദൈനംദിനത്തിന് വേണ്ടി പൊരുതുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളാണ്. ദൈനംദിനത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി ചോദ്യം ചെയ്യുന്നവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ്. നിർത്തുന്നു. നന്ദി.